ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. മുത്തശ്ശിയമ്മ, എൻ്റെ സ്വന്തം രചനയിൽ. പ്രായമാവുമ്പോൾ നമ്മൾ മുത്തശ്ശിമാരൊക്കെ കുഞ്ഞു മക്കളുടെ കളിക്കാൻ എത്ര ആഗ്രഹിച്ചാണ് ഇരിക്കുന്നതല്ലേ. കുഞ്ഞുമക്കളുടെ കളിയും ചിരിയും നമ്മെ വളരെ ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളെ അത് അനുവദിക്കാത്ത ഒരവസ്ഥ വന്നാലും നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവുമല്ലേ. ആ വേദനയുടെ ആഴം എത്രയെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ന് എൻ്റെ സ്വന്തം രചനയിലുള്ള ഒരു കഥ കേട്ടാലോ? കേൾക്കാം. കഥ മുത്തശ്ശിയമ്മ. കുഞ്ഞുട്ടൻ്റെ കൈയും പിടിച്ച് നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഒഴുകി നടന്നു. 7 വർണ്ണങ്ങളിലുമുള്ള പൂമ്പാറ്റകൾക്കൊപ്പം പുഷ്പങ്ങൾ തോറും തേൻ നുകർന്നു നടക്കവേ അവൻ്റെ കുഞ്ഞുള്ള കൈയിൽ കൂർത്ത മുള്ളുടക്കി. ചോര ചീറ്റിയപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയമ്മയുടെ ദേഹത്തേക്ക് ചാരി. അവനെ നെഞ്ചോട് ചേർത്ത് താരാട്ടുപാടി തുടയിൽ തട്ടി താളം പിടിക്കവേ കണ്ടതൊരു സ്വപ്നമായിരുന്നു എന്ന് ഒരു നിമിഷം ശങ്കിച്ചു. ക്ലോക്കിൽ ബെല്ലടിച്ചു. ആ ശബ്ദം എന്നത്തെയും പോലെ ശാന്തമായിരുന്നില്ല. അരണ്ട വെളിച്ചത്തിൽ ക്ലോക്കിൽ നോക്കി സമയം തിട്ടപ്പെടുത്തി. മണി 4 പെട്ടെന്ന് ഹൃദയതാളം മുറുകുന്നതും നേർത്തൊരു പിരിമുറുക്കവും അനുഭവിച്ചറിഞ്ഞു. ഭർത്താവ് മരിച്ച് ഏകാന്തവാസത്തിലിരിക്കുമ്പോഴായിരുന്നു കുഞ്ഞുട്ടൻ്റെ വരവ്. പാൽമണം മാറാത്ത അവനെ ഈ കൈകളിൽ വെച്ച് തന്നിട്ട് വിദേശത്തേക്ക് മടങ്ങിയ അവൻ്റെ അച്ഛനും അമ്മയും കവുങ്ങിൻ പാളയിൽ കിടത്തി എണ്ണയും മഞ്ഞളും തേച്ച് കുളിപ്പിച്ച് കുറുമ്പുല്ലരച്ച് കൽക്കണ്ട ചേർത്ത് കൊടുത്ത് താരാട്ടുപാടി ഉറക്കി. ഒരു വേള അവനെ അമ്മിഞ്ഞു വിട്ടുവാൻ മാറിടം ത്രസിക്കാറ് പോലുമുണ്ട്. കൈകൾ തലയിണയാക്കി വെച്ച് വൈദ്യുത്ത് കാൽ കയറ്റി വെച്ച് ഗാഠനിദ്രയിലാണവൻ. കഴിഞ്ഞുപോയ 3 വർഷവും സ്വർഗതുല്യമായിരുന്നു. അമ്മേ, എഴുന്നേൽക്ക്! പുറത്തെ മകൻ വാതിലിൽ മുട്ടി. ഭാര്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇന്നുകൂടിയല്ലേ ഉള്ളൂ, അവൻ അമ്മയ്ക്കൊപ്പം കിടക്കട്ടെ പറഞ്ഞത് മകനായിരുന്നു. നേരത്തെ എഴുന്നേൽക്കണം. കൂടെ ഒരു ഓർമ്മപ്പെടുത്തലും. അവനെ എഴുന്നേൽപ്പിക്കാൻ മടി തോന്നി. എടുത്തപ്പോൾ വീണ്ടും മുത്തശ്ശിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചിണുങ്ങി. വാട കുട്ടാ, നമുക്ക് പോണ്ടേ? അച്ഛൻ അവനെ എടുക്കാനായി കൈ നീട്ടി. അവൻ ഉറക്കെ കരഞ്ഞു. കം ഓൺ ബേബി. അമ്മയെ കണ്ടിട്ടും അവന് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം മുതൽ രാത്രിയുടെ നീളം അളക്കാനും കഴിയില്ല. ഒരുപക്ഷെ രാത്രിയും പകലും തിരിച്ചറിയാൻ കഴിയാതെ വരുമോ? ആകെപ്പാടെ ഒരു വിഭ്രാന്തി പോലെ. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. അമ്മയെ തനിച്ചാക്കി പോകാൻ അവനും നല്ല വിഷമമുണ്ട്. മണ്ണിൻ്റെ മണവും ശുദ്ധമായ കാറ്റും ഈ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളും ഒന്നും വിട്ടുപോകാൻ അവർക്ക് വയ്യ. അലറിക്കരയുന്ന മോനെ ബലമായി കാറിൽ കയറ്റി പോകാനിരുന്നപ്പോൾ അവർ വേലക്കാരിയെ വിളിച്ച് കൃത്യമായി ഓർമ്മിപ്പിച്ചു. ദേ ജാനൂച്ചി, അമ്മയെ നല്ലോണം നോക്കണേ. കൂടെ പോരാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. വേറെന്തൊക്കെയാണ് അവൻ പറഞ്ഞതെന്ന് കേൾക്കാൻ കൂടി കഴിഞ്ഞില്ല. വണ്ടിയുടെ ഇരുമ്പലിനൊപ്പം അവൻ്റെ കരച്ചിൽ അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നത് അവരറിഞ്ഞില്ല. തൊണ്ടയിൽ കുടുങ്ങിയ തേങ്ങൽ പുറത്തേക്ക് വന്നതുമില്ല. അകത്തുനിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? ഏതോ ഒരു ഉൾപ്രേരണയിലെന്നോണം തിരിഞ്ഞ് അകത്തേക്ക് ഓടി.